ഹായ് ഫ്രണ്ട്സ്, കാന്താരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ചിപ്സ് ആണ്. അതിനായി 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞ് വൃത്തിയായി കഴുകി തുടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ ഉപയോഗിച്ച് സ്ലൈസ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ലേസിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ തീരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ തന്നെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് സ്ലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കനവും തീരെ കുറവായിരിക്കും. മറ്റേ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ചാകുമ്പോൾ പല ഷേപ്പിലും ആവും, കനം കൂടിയിരിക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ചിപ്സിൻ്റെ ഇതിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് എടുക്കണം. അത് അതിനുള്ള ജലാംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. വറുക്കാനുള്ള പാൻ അല്ലെങ്കിൽ കടച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം, ഇപ്പോൾ ഞാനിവിടെ ഓയിൽ നല്ലതുപോലെ ചൂടായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈസ് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓയിൽ ചൂടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നല്ലതുപോലെ ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ഉരുളക്കിഴങ്ങും ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്, മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. ഫ്രൈ ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഉരുളക്കിഴങ്ങിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ളുപ്പ്, ഒരു നുള്ളു ചാറ്റ് മസാല, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.